ജാമ്യയിൽ നടന്നത് ഒരു സ്ഥാപനത്തിൻ്റെ വാർഷികമാണ്, അല്ലാതെ ഒരു സംഘടനയുടെ പൊതുയോഗമല്ല, അല്ലെങ്കിൽ സമസ്തയുടെ പൊതുയോഗമല്ല ജാമ്യയിൽ നടന്നത്. എല്ലാ വർഷവും വാർഷികവും സന്നദ്ധദാന സമ്മേളനവും നടത്തും, അത് കൊല്ലവും നടത്തി. എന്താണ് ഈ സന്നദ്ധദാന പ്രസംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ 500-ൽ പരം കുട്ടികൾ അവിടുന്ന് സനത് വാങ്ങി പോകുമ്പോൾ മഹാഭൂരിപക്ഷം കുട്ടികളും മതരംഗത്ത് പ്രവർത്തിക്കുന്നവരായിരിക്കാം. പള്ളികളിലുണ്ടാവാം, മദ്രസകളിലുണ്ടാവാം, കോളേജുകളിലുണ്ടാവാം. അത്തരം കുട്ടികൾക്ക് നിങ്ങൾ എന്തായി തീരണം എന്ന രീതിയിൽ കൃത്യമായ ഒരു സന്ദേശം നൽകുന്നതിന് പകരം എങ്ങനെ നിങ്ങൾ ജോലി ചെയ്യുന്ന മഹല്ലുകളിൽ, മദ്രസ പരിസരങ്ങളിൽ വിഭാഗീയത ഉണ്ടാക്കാമെന്ന സന്ദേശമല്ലേ ഇന്നലെ നൽകിയത്? ഇത്തരം ആളുകളെ ഒരു മതസംഘടനയുടെ തലപ്പത്തിരുത്തിയിട്ട് എങ്ങനെയാണ് സമുദായം ഇവരൊക്കെ പിന്നെ പോവുക? ഒന്നെന്തെന്ന് വെച്ചാൽ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നതാണ്. ഇവരൊന്നും ഈ പണിയെടുത്തിട്ടില്ല. സനത് വാങ്ങിക്കണോ എന്ന് തന്നെ അറിയില്ല, ജാമ്യന്ന് പുറത്താക്കിയതാണല്ലോ. പിന്നെ എവിടെയോ പോയി പഠിച്ചിട്ടുണ്ടാവും. പിന്നെ എന്ത് പണിയെടുത്തത്? എവിടെയെങ്കിലും ദർസ് നടത്തിയോ? അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിച്ചോ? അല്ലെങ്കിൽ സമസ്ത ഇന്നും ഇന്നലെ ഉണ്ടായതല്ലോ 100-ാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന ഈ സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ ഏതെങ്കിലും ഒന്നിൽ പ്രവർത്തിച്ച പാരമ്പര്യമുണ്ടോ? അതൊന്നുമില്ലല്ലോ. നേരെ കച്ചവടം ചെയ്യാൻ വേണ്ടി വിദേശത്തേക്ക് പോവല്ലേ ചെയ്തത്. അവിടെ പല ഇനത്തിൽപ്പെട്ട കച്ചവടം ചെയ്തു. ഇതിലൊക്കെ പരാജയപ്പെട്ടപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരികയും ആ കോലം, പഴയ കോലം കെട്ടിക്കൊണ്ട് മറ്റൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് കച്ചവടങ്ങൾ തന്നെയാണ്. ആ കച്ചവടത്തിൻ്റെ ഒരു മറയാണിത്, ഒരു സ്റ്റെപ്പ്. ഈ സംഘടനാ ഭാരവാഹിത്വം എന്താണ്? ആ കച്ചവടത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ്. ഇവരെ ഇരുന്നു ഈ ദീനോ, അതല്ലെങ്കിൽ ഇനി ദീന് വേണ്ട, ഒരു ഔചിത്യബോധമെങ്കിലും വേണ്ടേ? എന്താ ഔചിത്യബോധം? ഒരു സദസ്സിൽ തന്നെ കേൾക്കാൻ വരുന്ന ആളുകൾ എല്ലാ ഇനത്തിൽപ്പെട്ട ആളുകളും ഉണ്ടാവും അവിടെ. അവിടെ ഒരു പക്ഷേ ജമാഅത്തുകാരുണ്ടാവും, മുജാഹിദ് ഉണ്ടാകും, സുന്നി ഉണ്ടാവും, സുന്നിയേതര ആളുകളുണ്ടാവും, കൗമുണ്ടാവും, നോൺ കൗമുണ്ടാവും, ഒക്കെ ഉണ്ടാവുമല്ലോ. അത്രയും ആളുകൾ അഭിസംബോധന ചെയ്യുമ്പോൾ ആ വേദി മനസ്സിലാക്കണമല്ലോ. അതിന് മറുപടി പറയാൻ തികച്ചും അർഹതയുള്ള ആളുകൾ അതിനകത്തുണ്ട്. ഇന്നലെ വേങ്ങരയെ തോന്നുന്നു ഏതൊരു പഞ്ചായത്തോ ബ്ലോക്ക് മെമ്പർ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആ കബീർ ചൊല്ലിയപ്പോൾ ശരിക്കും വേണ്ടത് ഇപ്പോൾ കൂക്കുകയാണെന്ന് പറഞ്ഞത് അയാളെ പ്രസംഗത്തിനെതിരെ. ഇങ്ങനൊരു അവസരം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. ഒരു സന്നദ്ധദാന പ്രസംഗത്തിനൊരു മാഹാത്മ്യം ഉണ്ടായിരുന്നു. പലരും നടത്തിയിട്ടുണ്ടല്ലോ അവിടെ സന്നദ്ധദാന പ്രസംഗങ്ങൾ ഇതിനു മുമ്പൊക്കെ. അവർക്ക് കൃത്യമായ സന്ദേശം നൽകുകയാണല്ലോ ചെയ്തിരുന്നത്. ഇത് എന്തല്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ കേട്ടത് ഹുസ്സൻ മാസ്റ്ററുടെ ഒരു വോയിസാണ്. ജാമ്യ സമ്മേളനത്തിൽ ജിഫ്രി തങ്ങളുടെ പ്രസംഗത്തിനെതിരെ അദ്ദേഹം നടത്തിയ ആരോപണങ്ങളാണ്. അതിനുള്ള മറുപടി ഒന്ന് കേട്ടു നോക്കൂ. അതായത് നമ്മുടെ ഹുസ്സൻ മാഷ് നല്ല ഒരു എന്താണ് പറയുക, സ്വഹാബികൾക്കൊരു സന്നദ്ധാന പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഫൈസിമാർക്ക് വേണ്ടി ഇന്നലെ സയ്യിദുൽ സന്നദ്ധാന പ്രഭാഷണം നടത്തിയപ്പോൾ സ്വഹാബികളാകെ നിരാശരായി നിൽക്കാൻ. അപ്പോൾ സ്വഹാബികൾക്ക് വേണ്ടി ഒരു സന്നദ്ധാന പ്രഭാഷണം, സ്വഹാബി ബിരുദം സ്വീകരിക്കുന്നവർക്ക് വേണ്ടി ഒരു സന്നദ്ധാന പ്രഭാഷണം നമ്മുടെ ഹുസ്സൻ മാഷ് നിർവഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പ്രഭാഷണത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ജിഫ്രി തങ്ങൾ എന്താണ് പറയുക, ഒരു ദർസ് പാരമ്പര്യമോ അല്ലെങ്കിൽ സംഘടനാ പാരമ്പര്യമോ ഇല്ല എന്നുള്ളതാണ്. ഒരു കളവ് 1000 വട്ടം പറഞ്ഞാൽ അത് അർദ്ധസത്യമാകും എന്നുള്ള ഒരു ഗിബൽസിയൻ തന്ത്രമായിരിക്കാം ഇയാൾ. ഒരു മാസ്റ്റാണല്ലോ, അപ്പോൾ മാഷ്മാർക്ക് ഇങ്ങനെയുള്ള ചില അടവുകളൊക്കെ ഉണ്ടാകും. മാഷ്മാർ ക്ലാസ് കയറി കഴിഞ്ഞാൽ അവർ വേണ്ടത്ര കുട്ടികളെ പഠിപ്പിക്കാൻ പ്രിപ്പയർഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ തള്ളും കഥകളൊക്കെ ആയിട്ട് ക്ലാസ്സിൽ ഇങ്ങനെ എന്ത് ചെയ്യും, സമയം ചെലവഴിക്കും. അത് കുട്ടികളെ മുന്നിൽ അങ്ങനെ ചില പൊടിക്കൈകളൊക്കെ ഉണ്ട് മാഷ്മാർക്ക്.
അപ്പോൾ അങ്ങനത്തെ ചില കുതന്ത്രങ്ങളൊക്കെ ഉള്ള കയ്യിരിപ്പുള്ള ആളായതുകൊണ്ടായിരിക്കാം ഒരു കളവ് പറഞ്ഞിട്ട് അത് സത്യമാക്കാൻ ശ്രമിക്കുന്നത്. 21 വയസ്സിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 21 വയസ്സിൽ ദർസ് തുടങ്ങിയ ആളാണ് തങ്ങൾ ഉസ്താദ്. എന്ന് മാത്രമല്ല, അന്ന് തന്നെ ദർസിൽ 30-40 കുട്ടികൾ അദ്ദേഹത്തിന് ശിഷ്യന്മാരായിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ ദർസൊക്കെ നടത്തി, പല ഭാഗത്തും ദർസ് നടത്തിയതിന് ശേഷം സ്വന്തം കുടുംബത്തിൽ ചില പ്രാരാബ്ദങ്ങൾ, അത് ഏതൊരു മനുഷ്യന്മാർക്കും ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്. വളരെ പ്രയാസപ്പെട്ട് അങ്ങനെ ഉണ്ടായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ ഗൾഫിലേക്ക് പോയി. സ്വന്തം കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുന്നതും, സ്വന്തം കുടുംബം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യ മക്കളെന്നല്ല അവിടെ ഉള്ളത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം പെങ്ങന്മാർ, അദ്ദേഹത്തിൻ്റെ വാപ്പനും മഞ്ഞും മക്കൾ ഉണ്ട്. അവരൊക്കെ നോക്കാൻ വേണ്ടിയും സംരക്ഷിക്കാൻ വേണ്ടിയൊക്കെ അദ്ദേഹം ഗൾഫിലേക്ക് കയറി പോയതാണ്. പലരും ഗൾഫ് മണരാണ്യത്തിൽ പോകുന്നത് തന്നെ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ ഗൾഫിലൊക്കെ പോയി ദർസൊക്കെ നടത്തിയതിനു ശേഷം ഗൾഫിലൊക്കെ പോയി. അങ്ങനെ അദ്ദേഹം അവിടെ കിട്ടിയ ജോലി കയറുക എന്നല്ലാതെ അവിടെ ഇപ്പോൾ ദർസ് നടത്താൻ പറ്റില്ലല്ലോ, നമുക്കറിയാലോ മറ്റുള്ള അറബ് രാജ്യങ്ങളിലെ അവസ്ഥയൊക്കെ. അപ്പോൾ അവിടെ പോയി അങ്ങനെ അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിലുള്ള ജോലിയൊക്കെ ചെയ്ത് കുടുംബത്തിന് വേണ്ടിയൊക്കെ സമ്പാദിച്ചു എന്നുള്ളതൊക്കെ സത്യമാണ്. പിന്നെ അദ്ദേഹത്തിന് ഇവിടെ വന്നിട്ട് ഒരു വീടുണ്ടാക്കുന്നതിനും മറ്റുമൊക്കെ ബാപ്പുഹാജി സഹായിച്ച കഥകളൊക്കെ നമ്മൾ കേട്ടതുമാണ്. അതൊക്കെ പോട്ടെ. അപ്പോൾ അദ്ദേഹത്തെ ദർസ് പാരമ്പര്യമില്ല എന്നുള്ളത് ഏറ്റവും വലിയ കളവാണ്. 20-21 വയസ്സിൽ ദർസ് തുടങ്ങിയ ആളാണ്. പിന്നെ മറ്റൊന്നെന്താണ്, ഷംസുലമ പുറത്താക്കിയത്. പിന്നെ അങ്ങനെ സ്ഥിരം പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ആളുകളെ ചെവിയിൽ തേൻ പെട്ടിച്ചിട്ട് അതിങ്ങനെ ഒരു അർത്ഥസത്യമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ വോയിസ് വിടുന്ന നിഷാദ് കൊടുമ്പുഴയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, തങ്ങൾ ഉസ്താദ്, ഷംസുലമ, MT അബ്ദുൽ നമസ്കാർ, MT ഉസ്താദ്, ഈ 3 സമസ്തൻ്റെ പണ്ഡിതന്മാർ ദന്തി ദാറുസ്സലാമിൽ ഒരുമിച്ച് ദർസെടുത്തുന്ന കാലം, അതായത് ഷംസുലമിൻ്റെ 2 ശിഷ്യന്മാരാണ് MT ഉസ്താദും തങ്ങൾ ഉസ്താദും. അതിൽ MT ഉസ്താദിൻ്റെയും കൂടി ശിഷ്യനാണ് തങ്ങൾ ഉസ്താദ്. ഈ 3 ആളുകളും ദന്തി ദാറുസ്സലാമിൽ ദർസെടുത്തുന്ന കാലത്ത് അവിടെ 3 കൊല്ലം അവരെടുത്തുനിന്ന് കിതാബ് ഓതി പഠിച്ച ബീരാൻകുട്ടി ദാരിമി ഉസ്താദ് എന്ന ഉസ്താദിൻ്റെ ശിഷ്യനാണ് ഞാൻ. അപ്പോൾ ഇന്നെപ്പോലത്തെ ആളുകളോട് നിങ്ങൾ അമ്മാതിരി നുണകളൊന്നും തട്ടിവിടണ്ട. ഒരു 20 കിഡ്സ് നമ്മൾ പറയുമല്ലോ, 2000-ന് ശേഷമൊക്കെ ജനിച്ച ആളുകളുണ്ടല്ലോ, അവരോടൊക്കെ വേണമെങ്കിൽ അമ്മാതിരി നുണകളൊക്കെ വിട്ടാൽ. കാരണം 2000-ന് ശേഷം ജനിച്ച ആളുകൾ ചിലപ്പോൾ 2010, 2015 ആകുമ്പോൾ ഒരു 15 വയസ്സല്ല 2015 ആകുമ്പോൾ ആവുള്ളൂ. അവർക്ക് ചിലപ്പോൾ അതൊക്കെ അവർ കേട്ട് അവർ വിശ്വസിച്ച് വരും. ഞാൻ 1983 ജനിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ 80 കിഡ്സാണ്. ഞങ്ങളോടൊന്നും ഈ കളവ് പറയരുത്. അതായത് തങ്ങൾ ഉസ്താദ്, MT ഉസ്താദ്, ഷംസുലമ അടക്കമുള്ള 3 മഹാന്മാർ പഠിപ്പിച്ച നന്ദിയിലെ അവർ 3 ദർസ് കിതാബിൽ ഓതി പഠിച്ച ഒരു ഉസ്താദിൻ്റെ ശിഷ്യനാണ് ഞാൻ. അപ്പോൾ അങ്ങനെ അഭിമാനമുണ്ട്. എനിക്ക് അലിഫും ബാവും പഠിപ്പിച്ചെന്ന്, എനിക്ക് ഖുറാൻ്റെ തജ്വീദ് പഠിപ്പിച്ചെന്ന് എൻ്റെ നാട്ടുകാരനായ വിച്ചവാക്ക് ഉസ്താദ്, അദ്ദേഹം മരിച്ചുപോയി, അള്ളാഹു അദ്ദേഹത്തിന് ദർജയേറ്റി കൊടുക്കട്ടെ. അദ്ദേഹം കണ്യത്ത് ഉസ്താദിൻ്റെ ശിഷ്യനാണ്. അങ്ങനെ മഹാന്മാരായിട്ടുള്ള 2 മഹാഗുരുക്കന്മാരുടെ ശിഷ്യനാകാൻ ഭാഗ്യം ലഭിച്ച എന്നെപ്പോലുള്ള ആളുകളുടെ മുന്നിൽ നിങ്ങൾ മാതിരി നുണകൾ അടിച്ചു വിടരുത്. ഷംസുലമൻ്റെ കുരുത്തവും പൊരുത്തത്തിലുമായിട്ട് നന്ദി ദാറുസ്സലാമിൽ അവിടെ ദർസ് നടത്തുകയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനാ കൂടിയാണ് അവിടെ. അദ്ദേഹത്തെയും ദർസ് കൂടെ ഒരു സഹാധ്യാപകനായിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ പഠിപ്പിച്ചതിൻ്റെ ബാക്കിയും കൂടി അവിടെ പഠിക്കാനുള്ള അവസരം തങ്ങൾ ഉസ്താദിന് ഉണ്ടാവുക ചെയ്തു. അത് തങ്ങൾ ഉസ്താദ് എന്നല്ല, മഹാന്മാരായിട്ടുള്ള OK ഉസ്താദാണെങ്കിലും നെല്ലിക്കുത്ത് ഉസ്താദാണെങ്കിലും ഒക്കെ അവരൊക്കെ തങ്ങൾ ഉസ്താദ് ഷംസുലമ ദർസ് നടത്തുന്നോടത്ത് അപ്പുറത്ത് പോയി ഇങ്ങനെ കേട്ടിരിക്കുന്നതാണ്. ഷംസുലമ പറയുന്നിടത്ത് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട്. കൂടെ വർക്ക് ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആത്മീയ ശിഷ്യനായിട്ടാണ് അവിടെ നന്ദി ദാറുസ്സലാമിൽ തങ്ങൾ ഉസ്താദ് കഴിഞ്ഞു കൂടിയത് എന്ന് മാത്രമല്ല, തങ്ങൾ ഉസ്താദ് സമസ്തയുടെ നേതൃസ്ഥാനത്തിലേക്ക് തർബിയത്ത് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ആത്മീയത എന്താണ്, ഔലിയാക്കന്മാരുടെ ദർജ എന്താണ്, അല്ലെങ്കിൽ തർബിയത്ത് എന്താണ്, ഷെയ്ഖ് എന്താണ്, മുരീദ് എന്താണ്, ഖലീഫ എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് വഴിയുണ്ടാവില്ല. നിങ്ങൾക്കാകെ രാഷ്ട്രീയത്തിലെ ഖലീഫമാരെയും മുരീദുമാരെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ളൂ. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അത് മറ്റൊരു കളവാണ്. തങ്ങൾ ഉസ്താദിന് ഷംസുലമയായിട്ടൊരു ബന്ധമില്ല എന്ന രൂപത്തിലുള്ള മറ്റൊരു കളവ്. പിന്നെ എന്തെങ്കിലുമൊക്കെ കച്ചവടം ചെയ്ത് അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഒരു പുകമറുണ്ടാക്കിയ ആളെ ഒരു സംശയ പ്രതിസ്ഥാനത്ത് ചേർത്ത സംഘടനാ പാരമ്പര്യം, സമസ്തൻ്റെ കേന്ദ്ര മുഷാവറയിലേക്ക് അദ്ദേഹത്തെ ഇങ്ങനെ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. അങ്ങനെ വലിഞ്ഞു കയറാൻ പറ്റിയൊരു സംഘടനയാണോ സമസ്ത? അപ്പോൾ ദർസ് പാരമ്പര്യം ഇല്ലാത്ത വെറും കച്ചവട പാരമ്പര്യമുള്ള ഒരു കച്ചവടത്തിൻ്റെ മറവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിനെ സമസ്തൻ്റെ പ്രസിഡൻ്റ് ആക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം നിങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത എന്ന് പറയുന്ന വലിയ ഒരു പണ്ഡിത പ്രസ്ഥാനത്തെയാണ് നിങ്ങൾ അവഹേളിച്ചത്. നിങ്ങൾ എത്രയെത്ര മഹാന്മാരെയാണ് നിങ്ങളിപ്പോൾ അവഹേളിച്ചത്. നിങ്ങൾ ജഫീദങ്ങളെ അവഹേളിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിലും അള്ളാഹു നിങ്ങളെ നാവ് കൊണ്ട് ഒരുപാട് ആലിമീങ്ങൾ, ഒരുപാട് ഔലിയാക്കന്മാരെ അവഹേളിക്കുന്ന സംസാരങ്ങളിൽ നിന്നുണ്ടാക്കി. അതാണ് കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ. അതായത് ബഹുമാനപ്പെട്ട ഷംസുലമനെ അവഹേളിച്ചു,
ഔദുബില്ല കണ്ണിയത്ത് ഉസ്താദിനെ മേടിച്ചില്ലേ. കാരണം പഠിക്കുന്ന കാലത്ത് ബാറക്കല്ലാഹു പിന്നെ എന്താണ് പറയുക, നിങ്ങളെ ഇൽമിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ ആ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെ ദുആ കിട്ടിയൊരു മഹാനാണ് ജിഫ്രി തങ്ങൾ. ആ സ്ഥാനത്താണ് തങ്ങൾ ഉസ്താദ് ഇരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ തങ്ങൾ ഉസ്താദിനെ മുഷാവറയൊക്കെ എടുക്കാൻ കൊള്ളൂല, അല്ലെങ്കിൽ ദർസ് പാരമ്പര്യമില്ല, കച്ചവടക്കാരനാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ മുഷാവറയിലേക്ക് എടുത്ത കാലത്തെ അന്നത്തെ നേതാക്കന്മാരായ കാളമ്പാടി ഉസ്താദ്, ചെറുശ്ശേരി ഉസ്താദ്, CKM സാദിഖ് മുസ്ലിയാർ, പാറന്നൂർ ഉസ്താദ്, ഒട്ടനവധി മഹത്തുക്കൾ, ദുആക്ക് ഇജാബത്തുള്ള ഒരു ദുആ ചെയ്താൽ അപ്പം ഇജാബത്തുണ്ടെന്ന് പറയുന്ന അത്രയും വലിയ മഹാന്മാർ, കുഞ്ഞാണി മുസ്ലിയാരെ പോലുള്ള ഒരുപാട് പണ്ഡിതന്മാർ, പേരുകൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും ഒരുപാട്, കുമരമ്പത്തൂർ ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ്, ഈ എത്രയെത്ര മഹാന്മാർ. ഈ മഹാന്മാരുള്ള മുഷാവറയൊക്കെയാണ് ആരെടുത്തത്? തങ്ങൾ ഉസ്താദ് എടുത്തത്. അവരാരെങ്കിലും എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞോ? അവർ ഐക്യകണ്ഠൻ എടുത്തതല്ലേ. ഇനി അദ്ദേഹത്തെ 2008 എൻ്റെ ഓർമ്മ, മുഷാവറയൊക്കെ എടുത്തു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ട്രഷറർ സ്ഥാനത്ത് കൊണ്ടുവരുന്നു. അതായത് പാറന്നൂർ ഉസ്താദ് വഫാത്ത് ആയ ശേഷം 2014 പാറന്നൂർ ഉസ്താദ് വഫാത്താവുന്നത്. അതായത് 2008 മുഷാവറയൊക്കെ എടുത്ത തങ്ങൾ ഉസ്താദിനെ 2014 സമസ്തനെ ട്രഷറർ ആക്കണമെങ്കിൽ ആ സമസ്തയുടെ അക്കാലഘട്ടത്തിലെ അഗ്രേസ്യരായ പണ്ഡിതന്മാർക്ക് ആ മഹാനിൽ എന്തെങ്കിലും മഹത്വം കാണും. 2014 അദ്ദേഹം ട്രഷറാകുമ്പോൾ അന്നും സമസ്തൻ്റെ തലപ്പത്ത് ആരുണ്ട്? കോയക്കുട്ടി ഉസ്താദുണ്ട്, പിന്നെ നമ്മുടെ കുമരമ്പത്തൂർ ഉസ്താദുണ്ട്, ചെറുശ്ശേരി ഉസ്താദുണ്ട്, അങ്ങനെയുള്ള മഹാന്മാരുണ്ട്. ആ മഹാന്മാരുള്ള ചേലക്കാട് സ്ഥാനം പോലത്തെ ആളുകളുണ്ട്. ആ മഹാന്മാരുള്ള സമയത്താണ് ആരെ പിന്നെ ട്രഷറാക്കുന്നത്? തങ്ങൾ ഉസ്താദിനെ ട്രഷറാക്കുന്നത്. തങ്ങൾ ഉസ്താദിനെ പ്രസിഡന്റ് സ്ഥാനത്ത് കൊണ്ടുവരുമ്പോഴാണ് CKM സാദിഖ് മുസ്ലിയാരെ എന്താക്കുന്നത്? സംസ്ഥാന ട്രഷറാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കിയത് ആരാ? നിങ്ങളിപ്പം പിന്നെ വല്ലാതെ പാണക്കാട് മധു പറയുമ്പോൾ, ഈ പാണക്കാട് മധുവൊക്കെ നിങ്ങൾ പറയുന്നത് വെറും കാപട്യ എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. കാരണം അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് നിർദ്ദേശിക്കുന്നത് ഹൈദരലി ശിഹാബ് തങ്ങൾ. മുഷാവറ ഒന്നടങ്കം അദ്ദേഹത്തെ ഐക്യകണ്ഠേനെ പിന്തുണച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ഔന്നത്യം എന്താണ്, മറ്റെന്താണെന്നൊക്കെ നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യം, അതപ്പോൾ തിരിനോൽക്കല്ലേ തിരിയുള്ളൂ. കുഞ്ഞാണി മുസ്ലിയാരുടെ അടുത്ത് പോയ ഒരു ഫൈസിയോട് നിങ്ങൾ ജിഫ്രിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും മന്ത്രിച്ചു പൊരുത്തം വാങ്ങിക്കോളി എന്ന് പറഞ്ഞൊരു അനുഭവം ഒരു ഫൈസി എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അത്രമാത്രം തങ്ങൾ ഉസ്താദിനേക്കാളും സീനിയറായ പണ്ഡിതന്മാർ പോലും തങ്ങൾ ഉസ്താദിനെ ആ നിലയ്ക്ക് ബഹുമാനിച്ചു. ചെറുശ്ശേരി ഉസ്താദിനെ പോലത്തെ അഗ്രേസരായ പണ്ഡിതന്മാർ തങ്ങൾ ഉസ്താദ് മുഷാവറയിലേക്ക് വരാൻ വേണ്ടി വളരെയധികം മെനക്കെട്ടു. അദ്ദേഹത്തെ കൊണ്ടോട്ടി താലൂക്ക് മുഷാവറാങ്കാക്കി. അവിടുന്ന് അങ്ങോട്ട് കേന്ദ്ര മുഷാവറയൊക്കെ കൊണ്ടുവരുന്നതിനൊക്കെ പിന്നിൽ ചെറുശ്ശേരി ഉസ്താദിനെ പോലത്തെ ആളുകളുടെ കഠിനാധ്വാനമുണ്ട്. അപ്പോൾ അവരൊക്കെ പ്രത്യേക താല്പര്യം എടുത്ത് കൊണ്ടുവന്ന ഒരു മഹാവ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം. കേവലം ഒരു ഗുരുവല്ല, ഗുരുനാഥന്മാരുടെ ഗുരു കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാണെന്ന് സംസ്ഥാന കേന്ദ്ര മുഷാവറയുള്ള അരിപ്ര അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ്. അങ്ങനെയുള്ള അനേകം പ്രതിഭാശാലികളായ ശിഷ്യന്മാരുണ്ട്. MLF നടത്തി പിന്നെ പാട്ടും ഡാൻസും കളിക്കുന്ന ശിഷ്യന്മാരല്ല അദ്ദേഹത്തിനുള്ളത്, പ്രതിഭാധനന്മാരെ ശിഷ്യന്മാരുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെക്കുള്ള ഈ കളി തീക്കളിയാകും. അള്ളാഹു ഇങ്ങനെ പണ്ഡിതന്മാരെ തെറി പറയുന്ന ആളുകൾ ശറിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്.